പരിചയപ്പെട്ട കുട്ടിയല്ലേ ഇത്? ആവണി. ആവണി 1 സെക്കൻഡ് ഇന്ത പക്കം വാങ്ങോ. എടാ ഈ ആവണിയുടെ അടുത്ത് ഇവൻ ഈ ബാബു എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കണേ. ആവണി ഇന്ത പക്കം അണ്ണാ സന്തോഷം. മെമ്പേഴ്സ് ഗ്രൂപ്പ് ഫുള്ള്. എടാ പുതിയത് ഉണ്ടാക്കി തരാമെന്ന് നടക്കടാ, ഞാൻ ഇതിനൊന്ന് വളക്കട്ടെ. ആവണി നിജമാ സൊല്ല്, ഞാൻ അവൻകിட்ட ചോദിക്കത്തില്ല. ബാബു എന്നെ പറ്റി എന്താണ് പറഞ്ഞത്? അത് വേണം. എനിക്കത് തെരിയണം. ഒരു ഇഷ്യൂവും ആവാത്, അത് ഏൻ ഗ്യാരണ്ടി. ഇതുക്ക് മുന്നാടിയും അവൻ പലവട്ടം ഇന്ത മാതിരി മൂഞ്ചിയ പരിപാടികൾ എൻകിட்ட പണിട്ടെ, എന്നിട്ടും അവൻ ഗ്യാങ്ങിൽ ഇருக்கு. அப்போ இது வந்து ஒரு பிரச்சனையும் ஆகாது. ஆஸ் a டாக்டர் எனக்கு வந்து என்னோட பேஷண்ட்ஸோட பர்சனல் இன்ஃபர்மேஷன் எதுவுமே யார்கிட்டயுமே சொல்லக்கூடாது. അയ്യോ ഏൻ പേഴ്സണൽ മാറ്റർ അല്ല, എൻ പേഴ്സണൽ സ്വഭാവം എൻ പേഴ്സണൽ കാര്യങ്ങൾ ഊങ്കിട്ട് അവ ഷെയർ പണിട്ടെ. ആനാ എനിക്ക് അത് തിരിച്ച് അറിയാനുള്ള റൈറ്റ് ഇല്ലയാ? ஆனா ஓகே, அது உங்களோட இஷ்யூ. நான் சொல்றேன் அவங்க வந்து நான் அவங்க கிட்ட பேசும்போது ഒരു മിനിറ്റ് ആവണി, ഒരു മിനിറ്റ്. ഞാൻ ഒരു കാർ എടുക്കാം. ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. എന്റെ കൂടെ ഒന്ന് വരുമോ ഒരു 10 മിനിറ്റ്? ഓക്കെ വാ. അണ്ണാ പനിയാണെന്ന് കള്ളം പറഞ്ഞ് നാളെ ലീവ് എടുത്ത് 24 അവേഴ്സ് കാണാൻ ഞാൻ കാണും. ലെറ്റ്സ് ഗോ അണ്ണാ, ലവ് യു. അത്രേ ഉള്ളു. എടാ ഞാൻ ഇപ്പൊ ഒരു 5 മിനിറ്റ് ഞാൻ എനിക്കിതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഞാൻ അതൊന്ന് ഇതാക്കിട്ട് വരാം. ഭയങ്കര ലാഗ്. ഞാൻ കാർ എടുക്കാം. അവണി വണ്ടിയിൽ ഒരു സെക്കൻഡ്. നൈസായിട്ട് അവൻ വിളിക്കണം കേട്ടോ. അവൻ നൈസായിട്ട് നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാടാ കാവറക്കി. ഒരു സെക്കൻഡ്. അയ്യോ ഒരു സെക്കൻഡ്. മുതുക്ക് ഒട്ടുമേ സേഫ് അല്ലേ? എന്നെ ടെക്സ്റ്റ് പണ്ണറാറ് ബാബു. என்ன I miss you ன்னு சொல்லி டெக்ஸ்ட் பண்ணாரு. അവന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും പോലും ഇന്ത മാതിരി മെസ്സേജ് അവൻ അനുപ്പാത്. മിസ് യു. കഷ്ടം. ഹാൻഡിലാ കിട്ടാ സംസാരിക്കുന്നത് കേൾക്കത്തില്ല. സ്പോൺസർഷിപ്പ് എടുക്കുന്ന എല്ലാവർക്കും താങ്ക് യു. ഇല്ല ഈ RP ഇടയ്ക്ക് വായിച്ചു കഴിഞ്ഞാൽ കുളമാവും, അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. സെമിത്തേരി ഇന്ത മാതിരി ശവങ്ങളെ പറ്റി സംസാരിക്കുന്നതിന് ശവം തന്നെ ധാരാളം. സെമിത്തേരി എങ്കിൽ സെമിത്തേരി. അയ്യോ ഇത് സെമിത്തേരി അല്ല, ഇത് ഗ്യാങ് ഹൗസ്, ഹെൽഫയർ. രണ്ടും ഏകദേശം ഒന്ന് തന്നെ. എന്നാലും സെമിത്തേരി ഇവിടെ അല്ലായിരുന്നോ? എവിടെയായിരുന്നു? മാഗ്നോളജി ഇല്ലല്ലേ? ഇവിടെയാണ്, ലെഫ്റ്റില് മാഗ്നോളജി ഇല്ലല്ലേ? പുതിയതാണോ സിറ്റിയില്? കുട്ടിയല്ലേ? കുഴപ്പമില്ല. പയ്യെ വരും. இல்ல நான் இங்க வந்து யூசுவலா வரது கிடையாது இல்லையா, அப்போ என்னோட அப்பா அம்மா எல்லாரும் உயிரோட தான் இருக்காங்க. அச்சாதர்ஸ் ப்ரோ थैंक यू so much for 40. ஆனா ஏன் அப்பா அம்மாவும் உயிரோடு இருக்குமோ இல்லையோன்னு எனக்கு தெரியாது. தெரியாதுன்னா புரியல. ஆர்ஃபனேஜ் நீங்க? நாங்க வந்து ஆர்ஃபனேஜ் தான். I don't know my parents. No worries, you have a great family. Yeah. Yoko Gaming Bro, thank you so much for the chat. Appo okay, நான் சொல்றேன். ஒரு செகண்ட். ஹலோ. ഹലോ.
പറയൂ മെറിൻ. ഇനി എന്നെ നേരിട്ട് കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞ വാസണ്ണ നല്ലത് മേടിക്കുക. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ അവിടെ ഫ്രണ്ടി വന്നിട്ട് ഇപ്പൊ കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് പറയില്ല. അയ്യോ, ഫ്രണ്ടിലുണ്ടായിരുന്നു മെറിൻ. വാസണ്ണ അവിടെ ആവണിയുടെ കൂടെ നിന്നത് ഞാനാണ്. എന്നിട്ട് ആവണിയെ മാത്രം വിളിച്ചുകൊണ്ട് സൈഡിൽ കൊണ്ടുപോയി. അയ്യോ, ഞാൻ ആവണിയുടെ ഞാൻ അവിടെ അർജന്റ് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ വിളിച്ചോണ്ട് പോയത്. ഞാൻ കണ്ടില്ല മെറിനെ. ഞാൻ അവിടെ നിന്ന് വാസണ്ണന്ന് വിളിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ അവിടെ നിന്ന്. എന്നിട്ട് ആവണയും കൂട്ടിക്കൊണ്ടുപോയി. അയ്യോ, ഞാൻ മെറിൻ വിളിച്ചപ്പോ ആവണിയാ വിളിച്ചെന്നാ വിചാരിച്ചിരുന്നേ. സോറി മെറിനെ. ഇല്ല, ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ മെറിനെ വന്ന് കാണും. ഇന്ന് മെറിനെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ. ഇത് എന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ കൺവിൻസ്ഡ്. ടെസ്റ്റ് നമ്പർ 2. ആവണി, ഇനി സൊല്ല് എന്നെ പറ്റി എന്തൊക്കെയാണ് അവൻ ഓങ്കിട്ടെ சொல்லியது. ஓகே, பிரச்சனை என்னன்னா ஆக்சுவலி அவங்க வந்து தெராப்பிக்கு வந்திருந்தாரு. அப்போ அவருக்கு ரொம்ப பிரச்சனை. അവൻ എന്ത് തെറാപ്പിക്കാ വന്നത്? அவங்களுக்கு ஏதோ டிப்ரெஷன் போல. ഓ, അത് ശരിയായിരിക്കും. കുറെ നാള് ഭാര്യ മക്കളെയും വിളിക്കാതൊക്കെ ഇരിക്കുമ്പോഴേ അവര് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോ ഡിപ്രഷൻ വരും. അതായിരിക്കും. அப்போ அவரு வந்து he was like எனக்கு வந்து ஒரு முதலாளி இருக்காரு, அவர் என்ன வச்சு நிறைய வேலை இது பண்றாங்க, அதனால எனக்கு என்ன பண்ணும் எப்படி எது தெரியலன்னு சொல்லி ரொம்ப அவங்க டிப்ரெஷன்ல இருந்தாங்க. ஆக்சுவலி டிப்ரெஷன் வந்து ஹேசல் விஷயமா? അല്ല, അവനെ വെച്ച് നിറയെ വേല പണ്ണുവന്നല്ലേ. ഞാൻ ഒരു കാര്യം പറയാം കുട്ടി. ഒരു നിമിഷം, ഫ്ലൈറ്റ് മോഡിൽ പോട്. அதுதா எனக்கும் வேணும். ഞാനും ഫ്ലൈറ്റ് മോഡിലിടാം. ഇത്രയും കോള് വിളിക്കുന്ന ആര്? ബാബു ആണോ വിളിക്കുന്നേ? இல்ல, சூர்யா கால் பண்றான், எல்லாரும் இருக்காங்க. அண்ணா சுகவல்ல நாட்டில வந்தோம். சைரக்ஸ் நாட்டி வந்தடா. ஓகே. அப்போ ஆஃப்டர் தட் he was like நான் கேட்டேன், நான் வந்து உங்க முதலாளியை பத்தி நிறைய இப்படி கேட்டிருக்கேன். ഞാൻ പറഞ്ഞതിനുള്ള റിപ്ലൈ കേക്ക്. അവനെ വെച്ച് നിറയെ വേല ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, വെടി വെക്കാൻ അറിയത്തില്ല. ഒരു ദിവസം വാറിൽ കൊണ്ടുപോയി അവനെ. ഇത് കേൾക്കണം അവണി. ഒരു ദിവസം അവനെ വാറിന് ലൈനപ്പിലിട്ട് ഫ്രണ്ടിൽ ഒരു എനിമി വന്നപ്പം അവൻ വെടി വെച്ചത് കുരിശു പോലെയാണ് റീകോയിൽ മറ്റേ ഭിത്തിയിൽ കണ്ടത്. അന്നെടുത്ത് മാറ്റിയതാണ് ഞാൻ ലൈനപ്പിൽ നിന്ന്. വെടി വെക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഗ്യാങ് വാറിന് എടുക്കാൻ പറ്റത്തില്ല. ഗ്രൈൻഡ് ചെയ്യത്തില്ല. ഗ്രൈൻഡ് ചെയ്യാനിരുന്ന് അപ്പം തൂറ്റൽ വരും അവന് അപ്പം പോണം. രണ്ടാമത് അപ്പം ഗ്രൈൻഡിങ് ഇല്ല. കോൺസ്റ്റിപ്പേഷൻ. രണ്ടാമത് പിന്നെ ഗ്യാങ്ങിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ വായ്ത്താളം ഉണ്ടല്ലോ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ തോക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു എനിമിയുടെ മുമ്പിൽ ചെന്നിട്ട് നമ്മുടെ ഇപ്പം ശത്രുക്കളായിട്ടുള്ള, അതായത് എനിമി ഗ്യാങ്സിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് കോമഡി അടിക്കും, ഭയങ്കര മെസ്സായിട്ടുള്ള ഡയലോഗ്സ് അടിക്കും. ഡയലോഗ് അവനെ കൊണ്ട് ടി വിയിലുണ്ടായ ഒരു ഉപകാരം അത് മാത്രമാണ്. മനസ്സിലായോ? അതാണ് അവൻ പറയുന്ന പണി. அவங்க எங்கிட்ட ஆக்சுவலி சொன்னா நிறைய வேலை பண்றாரு, நிறைய தம்பிமார் எல்லாம் பாத்துக்கணும், நீங்க இல்லையானா அவங்களும் சரக்கண்ணாந்து இதெல்லாம் பாத்துக்கிறாங்கன்னு சொல்லி. ഇത്രയും വിഷമം അവനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ കുട്ടി. അവൻ ഭാര്യ മക്കളോട് പോലും പറഞ്ഞിട്ടില്ല ഇവിടെ ജോലി. ഒന്ന് ആലോചിച്ച് നോക്കിയേ ആവണി, ഇത്രയൊക്കെ പ്രഷർ ഉണ്ടായിരുന്നെങ്കിൽ 4 വർഷം 4 years എന്തിനിവിടെ നിന്നു? അവന് വേറെ എവളോ ഗ്യാങ്ങുകൾ ഇരിക്കെ ഇന്ത സിറ്റിയിൽ അവൻ അങ്ങോട്ട് പൊക്കൂടായിരുന്നു. എന്തിന് ഇവിടെ തന്നെ? ഓ, അവന് പേസാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. 35-40 മെമ്പേഴ്സ് ഇൻ TV. എല്ലാവരും റേഡിയോയിൽ ഇருக்கு. ഇപ്പൊ റേഡിയോ കണക്ട് പണ്ണേ 6 പേര് റേഡിയോയിൽ ഇருக்கு. അവർക്ക് പേസാലോ. അവന് പെമ്പിള്ളാരോട് പേസിയാൽ മാത്രമേ സമാധാനം വരുള്ളൂ. അല്ല, അവര് சொன்னது வேற யாருக்கிட்டே, லைக் வேற யாரும் பொம்பளை ஃப்ரெண்ட்ஸ் இல்ல,
அதனால ஆவணி கிட்டதான் எல்லாம் ആവണി சொல்லணும். ലോകത്തുള്ള എല്ലാ കോഴികളുടെയും ഒറ്റ ഡയലോഗ് ഇതാണ്, എനിക്ക് ഈ 6 കിട്ടും പേസ. ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് 5 പേർക്ക് അനുപ്പും. അതിൽ ആദ്യം റിപ്ലൈ ചെയ്യുന്നവരെ മൂഞ്ചിക്കും. ഇതാണ് പരിപാടി, മനസ്സിലായ? ഇത് സ്ഥിരം വേലയാണ് ഇവന്റെയൊക്കെ. ஓகே உங்களோட விஷயத்துல வரேன். உங்க விஷயம் என்னன்னா விஷயத்தில் வா I asked him like வாசு அண்ணான்னு சொல்லி நான் நிறைய கேட்டிருக்கேன். டோம் அண்ணா வந்து இப்படி சொல்லிட்டே இருப்பேன், வாசு அண்ணா ஏதாவது அவங்க ரொம்ப பிடிக்கும், வாசு அண்ணா அப்படி இப்படின்னு நிறைய சொல்லுவான் டோம். அப்ப நம்ம வாசு அண்ணன் யாரு நான் கேள்விப்பட்டிருக்கேன். அப்ப அது வந்து ஒரு பெரிய ஆளு, அவர்கிட்ட பேசலாம் கூடாது. அவரு வந்து அவங்களுக்கு பொம்பளைனா பிடிக்கவே பிடிக்காது. அவங்க வந்து பொம்பளை வந்து சுட்டு கொண்டுருவாங்கன்னு சொல்லி, அவங்களுக்கு நிறைய கேர்ள் ஃபிரெண்ட் இருந்தது, எல்லாரையும் சுட்டு கொண்டு அப்படி. he was literally like you are a person who hates girls, who kills girls சொல்லி. That's why I was very scared to talk to you. ഇത്രയും നാളെ നോക്കി വളർത്തിയവനൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞു ബാക്കിയുള്ളവരോട്. സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പോൾ. പോട്ടെ, ഇനിയിപ്പോൾ നമ്മുടെ ഗ്യാങ്ങിൽ പെണ്ണുങ്ങളില്ല, അത് ശരിയാണ്. എന്ന് കരുതി ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഓഫണാണ്. ഒരു അമ്മയുടെ സ്നേഹം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പെൺപിള്ളാരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപെടണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കുട്ടി. പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ, കുറേ പെൺകുട്ടികൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബേബി ചിലപ്പം ബാബുവിന് അങ്ങനെ ഒരു പേടി ഉണ്ടാവും. ഇപ്പം അവനേക്കാളും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ ആവണിയെ കൊണ്ടുപോകുമോ എന്നുള്ളൊരു പേടി എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ബാബുവിനുണ്ട്, മനസ്സിലായോ? അതുകൊണ്ടാണ് ഒരിക്കലും എന്നെ കാണാനും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനും ഇടയുണ്ടാവരുത് എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചതിൻ്റെ മെയിൻ കാരണം പോലും അതാണ്. இல்ல மேபி அது வந்து உங்களால இருக்கிறது அந்த அட்மிரேஷன் இருக்கு, அண்ணா இப்படி பண்றாரு அப்போ எனக்கும் அப்படிதான் வேணும்னால ஒரு அட்மிரேஷனா இருக்கலாம். அண்ணா அப்படி பண்ணா அவன் அப்படி பண்ணாது. அவன் ഓൾറെഡി ഭാര്യ ഇருக்கு, അവൻ ഓൾറെഡി ഭാര്യ ഒരു കൊച്ചു ഇருக்கு. അപ്പോൾ ഓൾറെഡി അവൻ പണിന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒഫൻസീവ്, ഓൾറെഡി അവൻ എല്ലാം കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടാണ് അവൻ പറയണത്. பாபு சொன்னது பாபு சிங்கிள், ஹேசல் அண்ட் ஆர்யா இல்லாம அவங்க லைஃப்ல வேற யாருமே இல்ல. ഇപ്പൊ ലൈഫിൽ ആരും ഇപ്പൊ ഉണ്ടാവില്ല, അവരൊക്കെ അങ്ങ് ബംഗാളിലല്ലേ. ഇവിടെ ആരുണ്ടാവാനാ? എനിക്ക് കുട്ടി ഇങ്ങനെ എനിക്കിത് പറഞ്ഞ് നമ്മളിത് അങ്ങോട്ട് കുറ്റം പറയണത് പോലെ ആയിപ്പോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അവൻ കള്ളനവൻ, അവൻ പഠിച്ച കള്ളൻ. അവനെ കണ്ണടച്ചാൽ പോലും കണ്ണ് തുറന്നു പോലും വിശ്വസിക്കരുത്, അതുപോലത്തെ കള്ളൻ. അവന്റെ പേര് കള്ളൻ നമ്പൂതിരി ഇടണം. അവന്റെ ബാബു എന്നുള്ള പേര് മാറ്റിട്ട് അവനെ കള്ളൻ നമ്പൂതിരി ഇടണം. അങ്ങനെ പേര് കൊടുക്കേണ്ട ഒരുത്തനാണ് അവൻ, കള്ളൻ. இல்ல ஆக்சுவலி வந்து மிதுன் ப்ரோ தேங்க் யூ so much 8017 சந்திரன் சொல்லிருக்கான். லைக் ചന്ദ്രൻ சொல்லிയില്ലേ അത് അന്ത അഭിപ്രായം എന്താ ഈ എൻ്റെ സിറ്റിയിൽ അവനക്ക് അത് ഒരാളുടെ അല്ല, എല്ലാവരുടെയും അഭിപ്രായം അതുതാ. ഇപ്പം ഞാൻ എക്സാമ്പിൾ ആവടി പേഴ്സണലായിട്ട് ഏതെങ്കിലും ഒരു ബാബുവിനെ പരിചയമുള്ള ബാബുവായിട്ട് സംസാരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയിട്ട് ബ്രോ ഒന്ന് വരുമോ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ മാറ്റി എവിടെയെങ്കിലും ആരും കേൾക്കാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് ബാബുവിനെ പറ്റി അഭിപ്രായം ചോദിച്ചു നോക്ക്. ഒരാൾ നല്ലത് പറയൂലോ, ഒരാൾ. അവനും കള്ളനാണ്, അവൻ്റെ അച്ഛനും കള്ളനാണ്. അവൻ്റെ ബംഗാളിൽ നിന്ന് അവൻ്റെ അച്ഛൻ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, മോന് ലൈഫ് ടൈമിൽ കൂടെ നിൽക്കുന്ന ഒരുത്തനായിരിക്കും ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുമെന്ന്. അങ്ങനെ തുടങ്ങിയതാണ് അവൻ്റെ അച്ഛൻ കള്ളം പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനും കള്ളനാണ്, അവൻ്റെ അച്ഛനും കള്ളനാണ്. അവൻ്റെ അച്ഛനും കള്ളനാണ്. പുള്ളി എന്നെ ഒരു വട്ടം ഫോൺ വിളിച്ച് ചാവുന്നതിന് മുമ്പ്. എല്ലാവരും കള്ളന്മാരെ, ഇവരെ കള്ളം ഫാമിലിയിൽ നിന്ന് വരുന്നതാണ് അവൻ. Anna, maybe you should talk to Babu. I think he's having a lot of issues. அவங்க வந்து ഒന്ന് വണ്ടി കയറോ. Within you bro, thank you so much for the 8036. Old Vasu is back. சரியாவும்னு
என்னோட மனசு சொல்லுதாண்ணா. എന്നാ കേട്ടില്ല இல்ல நீங்க பேசினா ആ அவங்க சரியாயிடுவாங்கன்னு சொல்லி என்னோட മനസ്സ് சொல்லுது. പേസിന അവൻ ശരിയായിടുവെങ്കിൽ 4 വർഷം മുമ്പേ അവൻ ശരിയായിടുമായിരുന്നു. എവളോ വാട്ടി പേസിർക്കെ എവളോ ടൈം മുടിച്ചിർക്കെ ആന ഞാൻ സിറ്റിയിലില്ലെങ്കിൽ എന്നെ പറ്റി ഇതുപോലെ എല്ലാവരിടത്തും മൂഞ്ചിത്തരം പറഞ്ഞങ്ങ് തുടങ്ങും. ഞാൻ തിരിച്ചു വരുമ്പോഴായിരിക്കും ഇതെല്ലാം അറിയുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോൾ എല്ലാവരും എന്നെ പീഡന വീരനായിട്ടും കൊലപാതകയായിട്ടും ഒക്കെയാണ് എന്നെ കാണുന്നത്. ഞാനിത് എങ്ങനെ സഹിക്കും എൻ്റെ ആവണി? ആവണി തന്നെ പറ, ഞാനിത് എങ്ങനെ സഹിക്കും? എല്ലാത്തിനും ഒരു പരിധിയില്ല. ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളെ മൂഞ്ചിക്കുക എന്ന് പറയുമ്പോൾ ആവണി തന്നെ അത് പറ, ഞാനിത് എങ്ങനെ സഹിക്കും എൻ്റെ ആവണി? அது சரிதான், இருந்தாலும் எப்படி லைக் குட்டியா பயம் தான் இருந்தது. ஆனா அப்படி நான் வந்து யாருமே ஜட்ஜ் பண்ண மாட்டேன். டாக்டர் இருந்தனால எல்லாரும் நிறைய விஷயமா சொல்லுவாங்க அந்த பக்கம் இந்த பக்கம் எல்லாம். ഞാൻ ഇവനെ ഒന്ന് ബ്ലോക്ക് ചെയ്തോട്ടേടാ, ഞാൻ ഇവനെ ഒന്ന് ബ്ലോക്ക് ചെയ്തോട്ടെ. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കൂല. അവங்களோட ഇഷ്യൂസ് ആയിരിക്കുമേ. ഒരു മിനിറ്റ് ഇവന്റെ ചാവ എന്നൊരു ചാവടിയന്തരോ. അണ്ണാ ഹലോ. ആ ആവണി இருக்கீங்களா? இருக்கீங்களா சொல்லு. இல்ல யாருமே பெர்ஃபெக்ட் கிடையாது இல்லையா. இப்போ உங்களுக்கு கூட நிறைய இஷ்யூஸ் இருக்கலாம். நீங்க வந்து ஒருத்தர் கூட ரொம்ப കംഫർട്ടബിളാ ഇരിക്കണം. അത് ശരിയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ആവണി, ഇപ്പൊ ആവണി ഇത്രയും ടൈം എൻ കൂടെ സ്പെൻഡ് പണിട്ടെ ആവണിക്ക് ഫീൽ പണിയാച്ചാ ഞാനൊരു മൊറട്ട് അല്ലെങ്കിൽ ഞാനൊരു കൊലകാരൻ அந்த மாதிரி ஆவணிக்கு ஃபீல் பண்ணியாச்சா? அப்போ என்னை பற்றி இந்த നാട്ടില് എല്ലാരോടും இந்த மாதிரி பேசிட்டு இருக்கണ ഒരുത്തനോട് ഞാൻ എന്നെ പറയണം, ഞാൻ എന്നെ சொல்லணும்னு ആവണി തന്നെ പറ. എൻ്റെ ആവണി அதான் சொன்னேன். அவங்களுக்கு வந்து உள்ளுக்குள்ள ஏதாவது இஷ்யூ மாதிரியோ ஏதாவது மென்டலி அவங்க ரொம்ப அன்ஸ்டேபிளா இருக்காங்க. மென்டலி അൺസ്റ്റേബിൾ. അവന് പ്രാന്തുണ്ടെന്ന് എനിക്ക് പണ്ടേ അറിയാം. അതെനിക്കറിയാം. അവൻ ഗുളികയും കഴിക്കത്തില്ല, അതാണ് അവന്റെ മെയിൻ പ്രശ്നം. അവന് പ്രാന്തുണ്ട്, അത് പണ്ടേ ഉണ്ട്, അതെനിക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. അവൻ കള്ളനുമാണ്, അവൻ പ്രാന്തനുമാണ്. അവന് പ്രാന്തുണ്ട്. என்ன சொல்றேன்னா அவருக்கு வந்து உங்கள நீங்க லைக் ஐ டோன்ட் நோ நீங்க எப்படின்னு எனக்கு தெரியாது. பட் வாட் ஐ கேன் அண்டர்ஸ்டாண்ட் இஸ் அவர் வந்து ரொம்ப இந்த மாதிரி நீங்க இந்த மாதிரி பண்ணறது போல பார்த்து he also maybe wants to do it மாதிரி. എന്റെ പൊന്നാവണി, ഞാൻ പറയുന്ന കേക്ക്. അവൻ നിന്നെ എന്നോട് സംസാരിച്ച് ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ കൺസിഡറേഷൻ ഒക്കെ കൊടുക്കാൻ തോന്നുന്നത്. കൺസിഡറേഷൻ കൊടുക്കും തോറും അവൻ ഇങ്ങനെ മറ്റേ വീർത്ത് വരും. മനസ്സിലായോ? വീർത്ത് വരും. അന്തമാതിരി ഒരുത്തനാണ് അവൻ. കൺസിഡറേ പണ്ണക്കൂടാതെ. അപ്പോൾ താനെ അവൻ്റെ വിഷം ഇറങ്ങും. അവൻ വന്ന് മറ്റേ പാമ്പ് தெரியுமா? പാമ്പ് അത് മാതിരി പെരിയ കൂടിയ വിഷം ഡെയിലി അതിങ്ങനെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. കള്ളൻ. இல்ல நான் வந்து அவரை ஒரு பேஷண்டாவும் ஃப்ரெண்டா மட்டும்தான் பாக்குறது. அவர் என்ன சொன்னாலும் അത് താ ഞാനും ഊങ്കിട്ടെ സൊല്ല വന്നേ. അവനെ ഒരു പേഷ്യന്റ് ആയി താ കാണണം, മെന്റൽ പേഷ്യന്റ്. അവന് പ്രാന്തിന്റെ ഗുളിക എഴുതി കൊടുക്കണം. ഹീ ഈസ് എ മെന്റൽ പേഷ്യന്റ്. അവന് പ്രാന്തിന്റെ ഗുളിക എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ട് വല്ല പൂവോ കായോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല താറ്റണം. ഓൾറെഡി പറയണം ഉനക്ക് പുരുഷനിർക്ക് എന്നങ്ങ് ചൊല്ലിയാൽ തീരാവുന്ന പ്രശ്നം. അല്ല ഉനക്ക്. അയ്യോ, ഒരു സെക്കൻഡിലേക്ക് ഞാൻ ഉണ്ടല്ലോ, ഞാൻ വേറെന്തൊക്കെ വിചാരിച്ചു കുട്ടി. ഞാൻ നിനക്ക് പൊണ്ടാട്ടി എന്ന് പറഞ്ഞപ്പോ ഞാൻ ജീവൻ തിരിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഉനക്ക് പുരുഷൻ ഇറുക്കെന്ന് ചൊല്ലണം. ഞാൻ വേണേ പുരുഷനാവാം.
അത് எப்படி சொல்றது അതിപ്പോ 6 പേര് വേണേ പറയാലോ, 6 പേര് വേണേ പറയാം ആവണിക്ക്. ഇനിയിപ്പോ പേരൊന്നും കിട്ടിയില്ലെങ്കിൽ പരുന്തുവാസം എന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. அண்ணா அது வேணாம் அண்ணா, உங்களுக்கு ஆல்ரெடி ஹெய்லி மேடம் இருக்காங்க, நான் கூட அதுல தலை போட்டா ഹെയ്ലി മാഡം, அவ்வளவுதான். ഹെയ്ലി മാഡം എൻ ലവർ അല്ല ആവണി. ഹെയ്ലി മാഡം വന്ന് ஹெய்லி மேடம் என்கிட்ட அப்படி சொல்லு. ഒരു മിനിറ്റ്. ആ ഹെയ്ലി മാഡം വന്ന് എൻ്റെ കേസ് അന്വേഷിച്ച മാഡം, അത്രേ ഉള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ മാഡത്തിനോട് പരിചയമില്ല. ഹെയ്ലി മാഡത്തിനോട് താല്പര്യമുള്ളത് എൻ്റെ അനിയനാണ് വേലായുധൻ. ஓ ஓகே 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 ஓகே. இல்ல என்ன ஹெய்லி மேம் என்கிட்ட அன்னைக்கு நாங்க வந்து இந்த மாதிரி ட்ரிப் போயிட்டு இருக்கும்போது அங்க சொன்னாங்க, இந்த மாதிரி எனக்கு குட்டி கிரஷ் இருக்கு, ஆனா என்ன பண்ணுன்னு தெரியாது, லைக் அந்த மாதிரி. ഹെയ്ലി മാഡത്തിന് ക്രഷ് இருந்தாലും എനിക്ക് ക്രഷ് വരണമല്ലോ. கரெக்ட், அதுவும் கரெக்ட். ഇതാരാണ്, അതാരാണത്? தெரியாதே. വാ 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 ആവണി. இதுதான், இது வந்து என்ன சொல்றது, മലയാളത്തില് சொல்லுவாയില്ലേ ക്രിമികടിന്ന്. ആ കൃമികടി, അതിന്റെ കുറവുണ്ട് അവന്. അടുത്ത വാട്ടി വരുമ്പോ കൃമികടി, പ്രാന്ത് മുതലായ എല്ലാ അസുഖങ്ങൾക്കൂടുള്ള മരുന്ന് ഒരുമിച്ച് എഴുതി കൊടുക്കണം കേട്ടാ. അവന് തെറാപ്പി അല്ല വേണ്ടുന്നത്, അവന് നല്ല തെറിയാ വേണ്ടുന്നത്, തെറി. അവന് തെറാപ്പി എന്ന് പറഞ്ഞ അങ്ങോട്ട് വന്നാൽ എന്റെ ഫോൺ നമ്പർ കൊടുക്കും, നല്ല തെറി ഞാൻ കൊടുക്കും, അന്നേരം അവൻ നന്നാവും. இல்ல அண்ணா, நான் என்ன சொல்றேன்னா, நீங்க வந்து ഒരു വാട്ടി ബാബു കിட்ட പേசி பாருங்க, அப்ப எல்லாம் അല്ല ബാബു കിட்ட ഞാൻ എന്നെ പേசி പാറണം. லைக் அவருக்கு என்ன இஷ்யூ, லைக் ரொம்ப மென்டலி ரொம்ப டவுனா இருக்காங்க, ஒரு ஹாப்பினஸ் இல்ல போல. ആവണിക്കിட்ட വരുമ്പോൾ അവൻ ഹാപ്പിനെസ് ഇല്ലാതെ അഭിനയിക്കും. നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ഹാപ്പിനെസ്സിന് ഒരു കുറവുമില്ല, ഒരു പ്രശ്നവും ഇല്ല അവന്. ഞാൻ പറഞ്ഞില്ലേ അവൻ കള്ളനാണ്. ഇപ്പം ഞാൻ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹായ് ആവണി, இந்த மாதிரி മൂഡിലിരിക്കുന്ന ബാബു പെട്ടെന്ന് ഇപ്പം ആവണിയെ കാണാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ വന്നിട്ട് മൂഡ് ഔട്ട് ആയതുപോലെ ഇങ്ങനെ അഭിനയിക്കും, ഹായ് ആവണി. എന്നിട്ട് ആവണി അന്നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് പയ്യെ കൊണ്ടുവരുന്നത് വരെ അവൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടേ ഇരിക്കും. മനസ്സിലായോ? അവൻ പേരും കള്ളനാ. അവൻ്റെ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ കേട്ടോ. അവൻ്റെ പെണ്ണുമ്പിള വിളിച്ച് എന്നോട് സങ്കടം പറയുന്നത് കേൾക്കുമ്പോഴേ ഞാൻ നോക്കുമ്പോൾ, ഞാൻ ഒരു ദിവസം പുള്ളിക്കാരിയാണെങ്കിൽ അവിടെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് കേട്ടാ, ഞാൻ ഇവന് ശമ്പളം കൊടുത്തു 3 മാസമായിട്ട്. ഞാൻ ഡയറക്റ്റ് ഇവൻ്റെ കയ്യിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ആ പൈസയും കൊണ്ടുവന്ന് സിറ്റിയിൽ വേറൊരു പെണ്ണിന്, ഇതിന് മുമ്പ് ഒരു പെണ്ണുണ്ടായിരുന്നു ആര്യ എന്ന് പറഞ്ഞിട്ട്, ആ പെണ്ണിന് കാർ മേടിക്കാൻ വേണ്ടി ആ പൈസയും കൊണ്ട് ആ കൊച്ചിന് കാർ മേടിക്കാൻ പോയി. ലാസ്റ്റ് 3 മാസമായിട്ട് ശമ്പളം വരാതെ ഇവൻ്റെ പെണ്ണുമ്പിള്ള എൻ്റെ ഫോണിൽ വിളിച്ച്. അന്ന് തൊട്ടാണ് ഇവന്റെ, ഞാൻ ആരെ പണിയിട്ട് പോച്ച്? இல்ல അങ്ങനെയല്ല, எப்படி சொல்றது, ஆரியாட்ட நீங்க ஏதோ ஏன்னா இதுதான் நம்ம கேங் தான் முக்கியம் அப்படி இப்படின்னு சொல்லி அவங்க ஏதோ போயிட்டாங்க. மறுபடியும் பாபுக்கு அவங்களோட ஃபேமிலி தான் முக்கியம்னு சொல்லி யாரையாவ ഇത് பண்ணிட்டாங்கன்னு. അതും എന്റെ തലയിൽ. ഇവൻ ഓരോ പെണ്ണുങ്ങളുടെ അടുത്ത് പോകും, എന്നിട്ട് ഇങ്ങനെ അതും ഇതും പറയും. ഞാൻ സിറ്റി പോലും ഇല്ലാതെ ഞാൻ തിരിച്ചു വരുമ്പോ ഇവളുമാരെ എല്ലാം വായിരിക്കണമെന്ന് ഞാൻ കേൾക്കും. ഇവൻ കള്ളൻ എന്ന് പറഞ്ഞാൽ ഇവൻ കള്ളനാ. ഇവൻ പേരും കള്ളനാ. എനിക്ക് അതിലൊന്നും യാതൊരു ബന്ധവേ ഇല്ല. എന്റെ ആവണി, ഞാൻ എങ്ങനെ ആവണി ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും ആവണി? இல்ல எனக்கு புரியுது, எனக்கு எல்லாரோட நான் வந்து ஸ்டீவ் சொல்றது கேட்டாச்சு, சந்திரன் சொல்றது கேட்டாச்சு, சரக்கண்ணன் சொல்றது கேட்டாச்சு, இப்ப நீங்க சொல்றது கேட்டாச்சு, அப்புறம் யாரு ஸ்னைப் அவ பெரிய கள்ளன். நான் வந்து ஆல்மோஸ்ட் எல்லாத்தையுமே பேசி முடிச்சாச்சு. அப்படி அவங்க எல்லாரும் இதான் சொல்றாங்க, பாபு வந்து அவங்க ஹேலின்னு சொல்றவங்க பாபு தான் கொன்னான்னு சொல்லி. Avani, if you don't mind, you have food? I have food in food. Yeah. I don't have food. Super.
ഒന്നുമില്ല കയ്യിൽ, ഒരു പായസം പോലും ഇല്ല. ചോക്ലേറ്റ് എടുക്ക, അത് കൊടുക്കവാ? ആ താ. നല്ല മധുരം. இது வந்து நான் வந்து என்னோட பேஷண்ட்ஸ்க்கு கொடுக்கிற சாக்லேட். அவங்க வந்து பயந்து பயந்து வருவாங்க இல்ல. എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞല്ലോ ആണോ? ഇല്ല ഇല്ല ഇല്ല, ഫ്രഷ് ഫ്രഷ് നേത്തിക്ക് വാങ്ങി വെച്ചത്. ഓ ഇതപ്പോ എല്ലാ പേഷ്യൻസിനും കൊടുക്കുന്നതാണല്ലേ ഇത്? ஸ்டாக் வைக்கணும் இல்லையா? குழந்தைகள் எல்லாம் நிறைய, அன்னைக்கு சூர்யா கூட வந்தானே, அவனுக்கெல்லாம் 10 சாக்லேட்ஸ் தான் கொடுப்பேன். ഓ സൂര്യ, ആ കൊച്ചി ഇറക്കന്റെ കാര്യം അല്ലേ? ഓക്കെ 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 ഓക്കെ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. அது என் கூட தான் இருந்தது இந்த கேஸ் நடக்கும்போது. ഓ മനസ്സിലായി മനസ്സിലായി. കേസ് തെളിഞ്ഞ് കേസ് ഏറ്റ് ചന്ദ്രനേറ്റ് ലാസ്റ്റ്. ഓ സൂപ്പർ സൂപ്പർ. കോടതിയിലെ തെളിവോടെ പിടിക്കുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ചുമ്മാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് പയ്യനെ ഏറ്റം കെടുത്ത്. എന്തായാലും പിടിക്കുമെന്ന് അറിഞ്ഞേട്ടാ. അപ്പൊ പിന്നെ